അടുത്തതായിട്ട് ബൂളിയൻ എക്സ്പ്രഷൻസിന്റെ ഇന്റർമീഡിയറ്റ് കോഡ് ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. ഓക്കെ, സോ ബൂളിയൻ എക്സ്പ്രഷൻസ് നമുക്കറിയാം. ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ദീസ് ആർ ദ എക്സ്പ്രഷൻസ് വിച്ച് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ആൻഡ്, ഓർ, നോട്ട് ഇങ്ങനെയുള്ള ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന ആ ഒരു എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്, അല്ലെ. ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബൂളിയൻ വേരിയബിൾസിലാണ്. ബൂളിയൻ വേരിയബിൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എയ്തർ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള വാല്യൂ ആയിരിക്കും, അല്ലെ. സോ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻസ് എഴുതാറുണ്ട്. ആ റിലേഷണൽ എക്സ്പ്രഷൻസ്, പല റിലേഷണൽ എക്സ്പ്രഷൻസിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതും ഈ ബൂളിയൻ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗ്രാമർ കൺസിഡർ ചെയ്യുവാണ്. ഗ്രാമർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക: ഇ ഗിവിങ്, ഇ ഓർ ഇ, അല്ലെങ്കിൽ ഇ ആൻഡ് ഇ, അല്ലെങ്കിൽ നോട്ട് ഇ, ഇ, then id, a relational operator id, or true or false. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ന് പറയുമ്പോഴത്തേന് രണ്ട് ഐഡന്റിഫയേഴ്സിനിടയിൽ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ സിമ്പൽ, ഗ്രേറ്റർ ദാൻ സിമ്പൽ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ഈക്വൽ, ദെൻ നോട്ട് ഈക്വൽ, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിലേഷണൽ ഓപ്പറേറ്റർ ആയിട്ട്. പിന്നെ ഈ ഐഡന്റിഫയേഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിയിലും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ബൂളിയൻ എക്സ്പ്രഷന്റെ ഗ്രാമർ പറയുന്നത്. ഇനി ഇതിന്റെ അസോസിയേറ്റിവിറ്റി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രിസിഡൻസ് വരുന്നത് നോട്ടിനാണ്. നോട്ട് കഴിഞ്ഞാൽ പിന്നെ ആൻഡിനാണ് പ്രിസിഡൻസ്. അത് കഴിഞ്ഞ് ലീസ്റ്റ് പ്രിസിഡൻസ് വരുന്നത് ഓറിനാണ്. ഇങ്ങനെയാണ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസ് വരുന്നത്. ഇനി ബൂളിയൻ എക്സ്പ്രഷൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. 2 methods are used for translating Boolean expressions. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എൻകോഡ് ദ ട്രൂ ഓർ ഫാൾസ് വാല്യൂസ് ന്യൂമറിക്കലി. ഓക്കെ, എൻകോഡ് വാല്യൂസ് ന്യൂമറിക്കലി. നമ്മൾ ട്രൂ ഓർ ഫാൾസ് എന്നുള്ളത് ന്യൂമറിക്കൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് 0 എന്ന് പറഞ്ഞാൽ ഫാൾസ്, 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രൂ. ഇങ്ങനെ ബൈനറി വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ട്രൂവിനും 0 എന്ന് പറയുന്നത് ഫാൾസും റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പൊ ഇങ്ങനെ ന്യൂമറിക്കലി യൂസ് ചെയ്യുന്നത് കൊണ്ട് വി കൻ യൂസ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ടു ഇവാലുവേറ്റ് ദി എക്സ്പ്രഷൻസ്. അതാണ് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് ഫ്ലോ ഓഫ് കൺട്രോൾ മെത്തേഡ്. ഈ ഫ്ലോ ഓഫ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷന്റെ ഒരു പാർട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അത് ആ പ്രോഗ്രാമിൽ പിന്നീട് അത് എങ്ങോട്ടാണ് ബ്രാഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എവിടേക്കാണ് റീച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയും. അതിനെയാണ് ഫ്ലോ ഓഫ് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഇഫ് ദെൻ അല്ലെങ്കിൽ വൈൽ ഡു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്നത് ഇഫ് ദെൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടത്, ഈ സ്റ്റേറ്റ്മെന്റ് എവിടാണോ എഴുതിയിരിക്കുന്നത് ആ പൊസിഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു പൊസിഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ആ ഫ്ലോ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ E1 ഓർ E2 ഇങ്ങനെ രണ്ട് എക്സ്പ്രഷൻസ് ചേർത്തിട്ടുള്ള ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ E1 ട്രൂ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ മൊത്തത്തിലുള്ള എക്സ്പ്രഷൻ ട്രൂ തന്നെയായിരിക്കും, അല്ലെ. E1 ട്രൂ ആണ് എങ്കിൽ E2 ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാം ഈ എക്സ്പ്രഷൻ ട്രൂ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഈ സെക്കൻഡ് മെത്തേഡാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്.
ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ E2ൻ്റെ ഇവാലുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോ അപ്പോൾ ആദ്യത്തെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇവിടെ നമ്മൾ 1 യൂസ് ചെയ്യുന്നത് ട്രൂ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടും 0 യൂസ് ചെയ്യുന്നത് ഫാൾസ് എന്നുള്ള റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേറ്റ് ചെയ്യും. സാധാരണ നമ്മുടെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. ദെൻ അതിനുശേഷം അതിനകത്ത് കിട്ടുന്ന ആ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, A or B ആൻഡ് നോട്ട് C. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനകത്ത് നമുക്കറിയാം നോട്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രിസിഡൻസ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 3 അഡ്രസ് കോഡ് നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് നോട്ട് C ആയിരിക്കും. അപ്പോൾ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് നമ്മൾ നോട്ട് C കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ആൻഡിനാണ് പ്രിഫറൻസ് വരുന്നത്. സോ അപ്പം B ആൻഡ് T1 ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം അടുത്ത ടെമ്പററി വേരിയബിളിലേക്ക് ഓർ ചെയ്യുന്നു, A or T2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിലേഷണൽ എക്സ്പ്രഷൻ A ലെസ് ദാൻ B ഈസ് ഇക്വലൻറ്റ് ടു ദി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് A ലെസ് ദാൻ B ദെൻ 0 എന്നുള്ളത്. അതായത് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ഇഫ് ദെൻ ക്ലോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് A ലെസ് ദാൻ B, ഓക്കെ, ഇഫ് A ലെസ് ദാൻ B ദെൻ 1 എൽസ് 0. ഈ രീതിയിലായിരിക്കും നമ്മുടെ ഇവാലുവേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ലേഷൻ 3 അഡ്രസ് കോഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇഫ് A ലെസ് ദാൻ B ഗോ ടു, നമ്മളിവിടെ സ്റ്റെപ്പ് നമ്പർ പറയും. സോ സ്റ്റെപ്പ് നമ്പർ 100 ചുമ്മാ നമ്പർ ഇട്ടതാണ്. ഗോ ടു സംവെയർ ആൻഡ് 101ലാണെങ്കിൽ ഇത് A ലെസ് ദാൻ B അല്ല എങ്കിൽ Tയുടെ വാല്യൂ നമ്മൾ 0 ആക്കുന്നു. ദെൻ ഇവിടുന്ന് T 0 ആക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് പോകണം. സോ അപ്പോൾ അത് വേറൊരു സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് 103ൽ ഇഫ് A ലെസ് ദാൻ B ആണെങ്കിൽ ഇവിടെ വന്ന് Tയുടെ വാല്യൂ 1 ആക്കണം. അപ്പോൾ ഇവിടുന്ന് ഗോ ടു പോകേണ്ടത് 103ലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഗോ ടു പോകേണ്ടത് അടുത്ത 104ലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വന്നതിന് ശേഷം Tയുടെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഇവാലുവേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള എക്സ്പ്രഷൻസ് വരുമ്പോൾ ഈ എക്സ്പ്രഷൻസിനെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇപ്പം നമുക്ക് ഇഫ് ദെൻ ക്ലോസിനകത്താണ് വരുന്നതെങ്കിൽ ഇഫ് ദെൻ ക്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ സ്കീമായിരിക്കും ജനറേറ്റ് ആവുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു 3 അഡ്രസ് കോഡ് A ലെസ് ദാൻ B ഓർ C ലെസ് ദാൻ D ആൻഡ് E ലെസ് ദാൻ F. ഇതൊരു ബൂളിയൻ എക്സ്പ്രഷനാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് A ലെസ് ദാൻ B ആണോ എന്നുള്ളത്. സോ ഇഫ് A ലെസ് ദാൻ B അങ്ങനെ ആണെങ്കിൽ ഗോ ടു സംവെയർ. ഓക്കെ, ദെൻ 101ൽ A ലെസ് ദാൻ B അല്ല എങ്കിൽ നമ്മൾ അതിനെ T1 എന്നുള്ള ഒരു വേരിയബിളിലേക്ക് 0 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ അത് ഗോ ടു പറയണം. അപ്പോൾ 103ലേക്കാണ് അല്ലെങ്കിൽ ഇവിടെ വരേണ്ടത്. സോ 103ൽ വന്നാൽ T1ൻ്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യണം. ദെൻ 104ൽ, അപ്പോൾ ഇവിടുന്ന് 104ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ T1ന് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. ദെൻ അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, C ലെസ് ദാൻ D. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും ഇഫ് C ലെസ് ദാൻ D ഗോ ടു സംവെയർ. അവിടെ അതല്ല എങ്കിൽ T2 എന്ന് പറയുന്ന വാല്യൂ എന്താക്കി മാറ്റണം, നമ്മൾ 0 ആക്കി മാറ്റുക. ദെൻ അതിനുശേഷം ഇവിടെ നിന്ന് ഗോ ടു കൊടുക്കുക. ദെൻ ഇവിടുന്ന് അപ്പം 107ലേക്ക് വരിക. 107ലേക്ക് വന്നു കഴിഞ്ഞാൽ T2ൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുക. കാരണം ഇത് ട്രൂ ആണ് എന്നുള്ള കേസാണ് അവിടെ വരുന്നത്.
സോ അപ്പോൾ ഇവിടുന്ന് പോകേണ്ടത് 108ലേക്കാണ്. 108ൽ വന്നു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് E<f ആണോ എന്നുള്ളതാണ്. സോ അപ്പം E<f നോക്കാൻ വേണ്ടിയിട്ട് ഇഫ് E<f ആണെങ്കിൽ ഗോ ടു സംവെയർ 109 എത്തുമ്പോഴത്തേനും T3 എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ എടുക്കുന്നു. T3ലോട്ട് 0 വെച്ചു. 110ൽ നമ്മളിവിടുന്ന് വീണ്ടും ഗോ ടു സംവെയർ അടുത്ത് 111ലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് വരേണ്ടത്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ T3യുടെ വാല്യൂ 1 ആക്കുക. ദെൻ 112ലേക്ക് പോവുക. 112ൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ 3 റിലേഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് ഈ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ബൂളിയൻ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ആൻഡ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെയുണ്ട്? T3യിൽ ഉണ്ട്, T2യിലുണ്ട്. ഇതിൻ്റെ ഇവാലുവേഷൻ നമുക്ക് T3യിലുണ്ട്. ഇത് രണ്ടും കൂടി ആൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് വരുന്നത്. സോ അപ്പോൾ പുതിയൊരു ടെമ്പററി വേരിയബിൾ എടുത്ത് T4ലേക്ക് T2 ആൻഡ് ചെയ്തു T3യുമായിട്ട്. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ A<B ആയിട്ട് ഓർ ചെയ്യണം. അപ്പം ഇതെന്ന് പറയുന്നത് T1ലാണ് ഉള്ളത്. അപ്പം T5 അടുത്തൊരു വേരിയബിൾ എടുത്തിട്ട് ആ വേരിയബിളിലേക്ക് T1 ഓർ T4 ഓർ ഓപ്പറേഷനും പെർഫോം ചെയ്തു. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ഈ T5ൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഈ കംപ്ലീറ്റ് എക്സ്പ്രഷൻ, ഈ ബൂളിയൻ എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഒരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൻ്റെ അകത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ ആ കംപ്ലീറ്റ് എക്സ്പ്രഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അതാണ് ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു ടേം പഠിക്കുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് കോഡ് എന്നുള്ളത്. ഷോർട്ട് സർക്യൂട്ട് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നേരത്തെ കണ്ട ആ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനിലാണെങ്കിൽ നമുക്ക് ഏതൊരു എക്സ്പ്രഷൻ തന്നാലും ആ കംപ്ലീറ്റ് എക്സ്പ്രഷനും ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അതേസമയം ബൂളിയൻ എക്സ്പ്രഷൻസിൽ നമ്മൾ നോർമലി നമുക്ക് വേണമെങ്കിൽ ജമ്പിങ് കോഡ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് ഒരു എക്സ്പ്രഷൻ E1 ഓർ E2 ഓർ E3 ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ ഓറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തറിയാം, ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ആ ഫുൾ എക്സ്പ്രഷൻ ട്രൂ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ E1 ട്രൂ ആണെന്ന് കണ്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സ്കിപ്പ് ദ ഇവാലുവേഷൻ ഓഫ് E2 ആൻഡ് E3 ആൻഡ് വി ക്യാൻ കൺക്ലൂഡ് ദ ഫൈനൽ വാല്യൂ ഓഫ് ദിസ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ആസ് ട്രൂ. ഓക്കെ. അതിനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കോഡ് എന്ന് പറയുന്നത്. സോ വി ആർ സ്കിപ്പിംഗ് ദ ഇവാലുവേഷൻ ഓഫ് ദ റിമൈനിങ് എക്സ്പ്രഷൻസ്. ക്ലിയർ? സോ അപ്പോൾ ഇങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ആൻഡിൻ്റെ കേസ് E1 ആൻഡ് E2 ആൻഡ് E3 ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ വരുന്നു. ഈ E1 ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഫോൾസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് ട്രൂ വരത്തില്ല, അല്ലേ? അപ്പോൾ അതിൻ്റെ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് തന്നെ വരത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്താ പറയുക, ഷോർട്ട് സർക്യൂട്ട് കോഡ് എന്ന് പറയുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് സംടൈംസ് കോൾഡ് ഷോർട്ട് സർക്യൂട്ട് ഓർ ജമ്പിംഗ് കോഡ് എന്നും പറയാറുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ഓർ ജമ്പിംഗ് കോഡ് ഇവാലുവേഷൻ. ഈ ഒരു മെത്തേഡാണ് ആക്ച്വലി നമുക്ക് ഏതിൽ വരുന്നത്, ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇവിടെ value of expression is represented by a position in the code sequence. Value of expression represented by a position in the code sequence. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ റെപ്രസെൻറ്റേഷൻ പഠിക്കാം, ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്.
ഇപ്പോൾ നമുക്കൊരു ഗ്രാമർ ഉണ്ടെന്ന് വിചാരിക്കുക. എസ് ഡിറൈവ്സ് ഇഫ് ഇ then S1 or if E then S1 else S2 or while E do S1. ഓക്കെ, ഇതൊരു ഗ്രാമറാണ്. ഈ ഗ്രാമറിനകത്ത് നമുക്ക് ഇഫ് ദെൻ സ്ട്രക്ചറുണ്ട്, ഇഫ് ദെൻ എൽസ് സ്ട്രക്ചറുണ്ട്, വൈൽ സ്ട്രക്ചറുണ്ട്. ഇങ്ങനെ മൂന്നെണ്ണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാമറാണിത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ നമ്മൾ രണ്ട് ലേബൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇ ഡോട്ട് ട്രൂവും ദെൻ ഇ ഡോട്ട് ഫോൾസും. ഇങ്ങനെ രണ്ട് ലേബൽസ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട്. സോ ഇ ഡോട്ട് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലേബൽ ടു വിച്ച് ദ കൺട്രോൾ ഫ്ലോസ് ഇഫ് ഇ ഈസ് ട്രൂ. ഈ ട്രൂ ആണ് എങ്കിൽ കൺട്രോൾ ഫ്ലോ ചെയ്യേണ്ട ലേബലാണ് ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്നത്. അതുപോലെ ഇ ഡോട്ട് ഫോൾസ് എന്ന് പറയുമ്പം കൺട്രോൾ ഫ്ലോസ് ഇഫ് ഇ ഈസ് ഫോൾസ്. ഫോൾസ് ആവുന്ന സമയത്ത് കൺട്രോൾ ഫ്ലോ ചെയ്യേണ്ട ആ ഒരു പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ലേബലാണ് ഇ ഡോട്ട് ഫോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് ഓഫ് കോഡ് നമ്മൾ ഇപ്പോൾ ഇഫ് ദെൻ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് കോഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് ഇ ഡോട്ട് കോഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏത് എക്സ്പ്രഷനാണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത് ഇ ഡോട്ട് കോഡാണ്. ഈ ഇ ഡോട്ട് കോഡിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ രണ്ട് ലേബൽസ് കൊടുത്തിരിക്കും. ഒന്ന് ഇ ഡോട്ട് ട്രൂവും ഒന്ന് ഇ ഡോട്ട് ഫോൾസും. അങ്ങോട്ടേക്കുള്ള പോയിന്ററാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ടു ഇ ഡോട്ട് ട്രൂ, ടു ഇ ഡോട്ട് ഫോൾസ് എന്നുള്ള രണ്ട് ലേബൽസ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കും. ഈ ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും? നമുക്കിവിടെ ഇഫ് ഇ ദെൻ S1 ആണ് അല്ലേ. ഈ ഇ ട്രൂ ആണ് എങ്കിൽ നമുക്ക് S1ലേക്കാണ് പോവേണ്ടത്. അപ്പോൾ S1ൻ്റെ കോഡ് നമ്മൾ എവിടെയാണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും നമ്മുടെ ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്ന ലേബൽ. ദെൻ ആ സ്റ്റേറ്റ്മെൻറ്റ് S1 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എവിടെ വരുന്നുണ്ടോ അതായിരിക്കും നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഇ ഡോട്ട് ഫോൾസ് എന്ന് പറയുന്ന ലേബൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊസിഷൻ വെച്ചിട്ടായിരിക്കും ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയുന്നത്. സോ ഹിയർ വി ആർ സ്പെസിഫൈങ് ദി ഫ്ലോ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കൺട്രോൾ. അതാണ് ഇഫ് ദെന്നിൽ ഈ ഒരു ടൈപ്പ്. ദെൻ അതുപോലെ തന്നെ ഇഫ് ദെൻ എൽസ് വരുന്ന സമയത്ത്, ഇഫ് ദെൻ എൽസ് ആണെങ്കിൽ നമുക്കറിയാം കോഡ് എന്ന് പറയുന്നത് ഇ ഡോട്ട് കോഡുണ്ട്. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട കോഡ്. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 1ലോ സ്റ്റേറ്റ്മെൻറ്റ് 2ലോ ആയിരിക്കും പോകുന്നത്. അപ്പോൾ S1 ഡോട്ട് കോഡും ഉണ്ട്, S2 ഡോട്ട് കോഡും വരുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ രണ്ട് പോയിന്റേഴ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇ ഡോട്ട് ട്രൂയിലേക്ക് ഒരു പോയിന്ററും ഇ ഡോട്ട് ഫോൾസിലേക്ക് ഒരു പോയിന്ററും. ഓക്കെ, അത് ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത് അറ്റാച്ച് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും പോയിന്റ്? S1ൻ്റെ കോഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ ഇ ഡോട്ട് ഫോൾസ് എന്ന് പറയുന്നത് S2ൻ്റെ കോഡിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോഴത്തേനും ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്ന പോയിന്ററിലേക്കായിരിക്കും ആ കൺട്രോൾ ഫ്ലോ ചെയ്യുന്നത്. അതല്ല ഫോൾസ് ആണെങ്കിൽ നേരെ ഇത് എങ്ങോട്ടേക്കായിരിക്കും? S2ലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇഫ് ദെൻ എൽസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് അതുപോലെ തന്നെ വൈൽ ഡു കൺസ്ട്രക്റ്റ്. വൈൽ ഡു വരുന്ന സമയത്ത് സോ അവിടെയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ഇ ഡോട്ട് കോഡാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് S1 ഡോട്ട് കോഡ്, അതായത് ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ S1നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ S1ൻ്റെ ലാസ്റ്റായിട്ട് ഗോ ടു S ഡോട്ട് ബിഗിനിലേക്ക് പോകും. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ ഈ കോഡ് ബിഗിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ എക്സ്പ്രഷനെ വീണ്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ വീണ്ടും S1 നമ്മൾ പെർഫോം ചെയ്യണം. അങ്ങനെയാണ് വരുന്നത് അല്ലേ. അഥവാ ഫോൾസ് ആണെങ്കിൽ എവിടെ വരും? ഇവിടേക്കായിരിക്കും വരുന്നത്. ഇ ഡോട്ട് ഫോൾസ് അപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇ ഡോട്ട് ട്രൂ വരേണ്ടത് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ രണ്ട് പോയിന്റേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഇ ഡോട്ട് ട്രൂ വരും, ഇ ഡോട്ട്
false വരും. സോ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ട്രൂ ആണ് എങ്കിൽ S1 എന്ന് പറയുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം S1 കോഡ് തീരുന്ന സമയത്ത് ഗോ ടു s.begin എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്യും, വീണ്ടും ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോയി വീണ്ടും ആ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫാൾസ് ആണ് വരുന്നതെങ്കിൽ നേരെ ഇതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്കായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു കൺട്രോൾ ഫ്ലോ ഇംപ്ലിമെന്റേഷൻ വരുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. അതായത് മെയിൻ 2 റെപ്രസെൻറ്റേഷൻസ്, ബൂളിയൻ എക്സ്പ്രഷൻസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെൻറ്റേഷനാണ് പറയുന്നത്. 2 ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോ ഓഫ് കൺട്രോൾ റെപ്രസെൻറ്റേഷനും. പിന്നെ ഷോർട്ട് സർക്യൂട്ട് കോഡ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്റർമീഡിയറ്റ് കോഡ് ട്രാൻസ്ലേഷൻ ഫോർ ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ടോപ്പിക്ക് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർത്തായിരിക്കണം എഴുതേണ്ടത്. പിന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 അഡ്രസ് കോഡ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് 3 അഡ്രസ് കോഡ് എഴുതാനായിട്ട് വരിക. അപ്പോൾ ഈ രീതിയിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.